ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ലോങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി കുറേ ദിവസമായാലും ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ലോങ് വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം അത് കുറേ നേരം എഡിറ്റ് ചെയ്തിരിക്കണം, വോയിസ് കൊടുക്കണം. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര മടിയാണ്. മറ്റേതാകുമ്പോൾ വേഗം ഉണ്ടല്ലോ, പെട്ടെന്ന് കഴിയും. ഇന്ന് നേരം വെളുത്ത് എണീറ്റപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ തന്നെ എടുക്കാമെന്ന് കരുതി. ഇന്ന് വിചാരിച്ചിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല കേട്ടോ. ഇന്ന് മുറ്റത്ത് കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. പിന്നെ വേറെ ഒന്ന് രണ്ട് പരിപാടിയും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ മുറ്റം പണി എന്തായാലും നടന്നിക്കണം. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പാത്തുമ്മ കണ്ടില്ലേ, ഞങ്ങൾ രാത്രി എത്ര കഴിഞ്ഞിട്ടാ ഉറങ്ങാന്നറിയോ? ഉറക്കന്നല്ല പറയാം. പക്ഷെ നേരം വെളുത്ത് ഞാൻ എണീറ്റ് പോരുന്നത് എങ്ങനെ എൻ്റെ കുട്ടി അറിയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ബാക്കിൽ തന്നെ ഓളും എണീറ്റ് പോരും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നും നിന്നിട്ടൊക്കെ ടൈം കഴിഞ്ഞിട്ടോ. എണീറ്റ് ഉടനെ തന്നെ എനിക്ക് ഈ കാലിച്ചായ കട്ടൻ ചായ ആ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് വെള്ളം നിർബന്ധമാണ്. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ തിളപ്പിച്ച് വെക്കും, രാവിലെ എടുത്ത് കുടിക്കും. എനിക്ക് പച്ച വെള്ളമായിട്ട് കുടിക്കാനാണ് ഇഷ്ടം. രാവിലെ തിളപ്പിച്ച് കുടിക്കണം എനിക്ക് അത്ര ഇഷ്ടം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പിന്നെ ഞങ്ങൾ സിമ്പിൾ ആക്കിയേക്കാണ്. കാരണം ഉച്ചക്ക് ഇന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കേണ്ട, വേറെ പരിപാടി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം ഉപ്പുമാവൊക്കെ ആക്കി ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച് പിന്നെ താഴത്ത് നമ്മളെ റെൻ്റ് ഹൗസ് ഉണ്ടല്ലോ, നമ്മൾ വാടക കൊടുക്കണ കാക്കാൻ്റെ വീട്, അവിടെ മതിലിൻ്റെ ചാരിയിട്ടൊരു അടക്കപ്പായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മറ്റേ വീട്ടിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കി. ദിവസമായി ഇതിങ്ങനെ ചാഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് വെട്ടാനും അങ്ങോട്ട് നേരം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ അനുവിന് ഒഴിവും വേണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഞായറാഴ്ച അല്ലേ, അപ്പോൾ അങ്ങനെ വെട്ടായി. ഇത് നമ്മുടെ ആ വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല കാടും പൊന്തൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളെ താത്ത വെട്ടി ശരിയാക്കിക്കണം കേട്ടോ. ഇവിടുത്തെ പുതിയ താമസക്കാർ. അങ്ങനെ പറയണതിന് എനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മളൊരു ഫാമിലിയിലെ മെമ്പറെ പോലെ തന്നെയാണ് അവരെ കാണുന്നത് കേട്ടോ. പിന്നെ അത് അവിടെ എന്തൊക്കെയോ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്, കുമ്പളങ്ങി മത്തൻ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തൊക്കെയോ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു സുഖം ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. അത് ഓരോ ആൾക്കാരുടെ ഒരു കൾച്ചറാണ്. ഇത് മുറിച്ച് മാറ്റാൻ നല്ല ബുദ്ധിമുട്ടേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, 2-3 കുത്തുത്തിയപ്പോൾ തന്നെ അത് ഇങ്ങോട്ട് മറിഞ്ഞ് വീണു കേട്ടോ. അത് വീഴാനായി തന്നെ നിൽക്കണത്. പക്ഷെ അങ്ങനെ വീഴുകയാണെങ്കിൽ ആ മതിലിനൊക്കെ അതെന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അങ്ങനെ ഇതാ കുറച്ച് നേരത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു. മരം പെട്ടെന്ന് വീണിക്കണമെങ്കിലും പിന്നെ അത് വെട്ടി മാറ്റി അതൊന്ന് അവിടുന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ അത്യാവശ്യം നേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ഇഷ്ടം പോലെ അടക്കപ്പായ ഉണ്ടായിരുന്നു. പക്ഷെ ഒക്കെ ചെറുതാണ്, അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പോൾ കിട്ടിയിട്ടും. പിന്നെ വലുതുള്ളതൊക്കെ എന്തോ ഒരു കുത്തുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മുടെ മുറ്റത്തിൽ അടക്കപ്പായ മരത്തുമ്മലും ആ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരു കേടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി മഴയായിട്ടാണോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എനിക്കറിയില്ല. മഴയായി അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെ കമ്പും ചുള്ളിയൊക്കെ വെട്ടി മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് കൊണ്ടുപോകണമല്ലോ, ഇവിടെ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ഞങ്ങളിവിടെ അടുത്ത ആടുണ്ട്. അപ്പോൾ ആടിന് കുറച്ച് കൊടുത്തിനു കേട്ടോ. ആട് അടക്കപ്പായത്തിൻ്റെ ഇലക്കെ തിന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. മെയിനായിട്ടുള്ള കൊമ്പും ചുള്ളിയൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ചുലുമോറ് എടുത്തിട്ട് ഞാൻ അടിച്ചൊരു വാരിയിടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വാരിയിട്ടപ്പോൾ അവിടുത്തെ താത്ത വന്ന് പറഞ്ഞു വേണ്ട, അവിടെ അടിച്ചൊരൊന്നും വേണ്ട, എന്തായാലും എനിക്ക് ക്ലീൻ ചെയ്യണം, അപ്പോൾ ഞാൻ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഞാനത് നിർത്തി. പിന്നെ കുറച്ച് അലക്കാണ്ടേനു, അതൊക്കെ ഇറങ്ങി രണ്ടാളും ഇറങ്ങി വൃത്തിയാക്കട്ടെ. ഇങ്ങോട്ട് ഇറങ്ങിക്കാ, മച്ചോട് വൃത്തിയാക്കട്ടെ. ഇറങ്ങ, ബെഡ്ഷീറ്റ് വിരിച്ചേട്ടോ കേട്ടോ. ബാ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റിയിരിക്കാനൊന്നും ആയിട്ടില്ല. പക്ഷെ ഒന്ന് തട്ടിക്കൊടഞ്ഞ് വിരിക്കണം. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയപ്പോൾ തന്നെ ചൂല് കാണാനല്ല, അതും കൊണ്ട് പോയിക്കണ പാത്തമ്മ. ഓൾക്കാണെങ്കിൽ ചൂല് കണ്ട് അടിച്ചവരെന്തോ ഇഷ്ടമാണ്. വലുതാകുമ്പോൾ അതൊക്കെ ഉണ്ടായാൽ മതിയേനു. പിന്നെ ഇതിപ്പോൾ എന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഈ ജനലിൻ്റെ അരുവിലൊക്കെ അങ്ങനെ ഓരോ ഹോൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചെതിൽ വന്നിട്ട് ഒരു കമ്പ് പോലെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ടാവും രാവിലെ നോക്കുമ്പോൾ. നല്ല രസമാണ് കാണാൻ. പക്ഷെ അതിങ്ങനെ വൃത്തിയാക്കുമ്പോൾ വലിയ രസമൊന്നുമില്ല. പക്ഷെ എന്നാലും വൃത്തിയാക്കലേ പറ്റും. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊടഞ്ഞ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മാറ്റാനായിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ കടന്നിക്കാണ്ട് ഒരു കളിക്കുകയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അതിൻ്റെ മുന്നേ ഇങ്ങനെ കടന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ്. അതൊന്ന് വൃത്തിയാക്കാതെ അതിലിങ്ങനെ കിടക്കണ കാണും. പിന്നെ അതെല്ലായിടത്തും ഒന്ന് അടിച്ചു വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് തുടച്ചിട്ടില്ല. കാരണം ഇന്നിപ്പോൾ നമ്മളിവിടെ ഇല്ലല്ലോ, ഇനി പോവല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ രാത്രിയേ തിരിച്ചെത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കരുതിയിട്ട് പിന്നെ തുടച്ചതൊന്നുമില്ല. പിന്നെ അത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ടാങ്ക് കഴുകാണ്. ടാങ്കിൽ അത്യാവശ്യം നല്ല ചളിയുണ്ട്. നല്ല ചളിയുണ്ട്. ഞങ്ങളുടെ കോയിൽ കിണറിലെ വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ആഴ്ച കഴുകിയാലും നല്ല ചളി വരും ടാങ്കിൽ ഇത്ര കലക്കാണെങ്കിലും ടാപ്പിൽ വരുമ്പോൾ ഇത്ര തന്നെ കലക്ക് ഫീൽ ചെയ്യുമല്ലോ കേട്ടോ. പക്ഷെ എന്താണെന്നറിയോ, ഈ ബാത്റൂമൊക്കെ എന്നും അടിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഈ മഞ്ഞ കളറ് പിടിക്കും. ഞങ്ങൾ മെയിനായിട്ട് കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് കേട്ടോ ഈ വെള്ളം ഉപയോഗിക്കുന്നത്. വെക്കാനും കുടിക്കാനൊക്കെ ഞങ്ങൾ കിണറ്റത്തെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വെള്ളം അടിച്ച ഉടനെ കുളിക്കാനൊന്നും പറ്റില്ല. കാരണം നല്ല തെളിഞ്ഞ വെള്ളയിക്കാരം. അപ്പോൾ ഒന്നെങ്കിൽ രാവിലെ വെള്ളം അടിച്ച് വെക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് അടിക്കണം. ഞാൻ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഉച്ചക്ക് തിരുമ്പലും കൂടിയും കഴിഞ്ഞിട്ടാണ് വെള്ളം അടിക്കുക.
ആദ്യം ഇവിടെ ഒരു കഷ്ണങ്ങളൊക്കെ ഇല്ല ഞാൻ പിടിച്ച മരത്തുമ്പോ ചോട്ടല്ലോ പിടി മരത്തുമ്പോ ചോട്ടല്ലേ മരത്തുമ്പോ കമ്പിമ്പോ ചോട്ടും ടാങ്ക് ക്ലീൻ ചെയ്യണ വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതാ കേട്ടോ. കയറണത് വലിയ റിസ്ക് ഇല്ലെങ്കിലും ഇറങ്ങാൻ ഞാൻ നല്ലോണം പണി പെട്ടിക്കണം. ഞാൻ ഇപ്പോൾ കുറേ ആയി എൻ്റെ മേലേക്ക് കയറിയിട്ട് ആ ഒരു കോണിയും കൂടെ കയറി എനിക്ക് നല്ല ടാങ്കുകളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മുറ്റൊന്ന് വൃത്തിയാക്കാന്നുള്ളതാണ് കേട്ടോ. ഈ മുറ്റം വൃത്തിയാക്കൽ എൻ്റെ ഒന്നും തീരലില്ല. ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ഭാഗം വൃത്തിയാക്കുമ്പോൾ മറ്റേ ഭാഗം പുല്ലാകും. അങ്ങനെ അത് പോകട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ തിണ്ടിൻ്റെ ഒരു ബാക്കി ഭാഗം കൂടി ഈ മണ്ണൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ഇവിടെയും കൂടിയും എനിക്ക് ഓരോ ചെടി പിടിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇത് ഞാൻ പറിച്ചിട്ട് അപ്പുറത്ത് മാറ്റി കുത്താന്ന് കരുതിട്ടോ. ഒരുവിധ ആൾക്കാരൊക്കെ ഈ ചെടി കണ്ടുകൊടുത്തോളം പറിച്ച് വലിച്ചെറിയില്ല. പക്ഷെ എനിക്ക് എന്തോന്ന് ഭയങ്കര ഇഷ്ടമാണ് അത് കേട്ടോ. അതിങ്ങനെ പടർന്ന് പോകില്ല, പക്ഷെ എന്നാൽ നല്ലോണം ഫില്ലായി എല്ലായിടത്തും പടർന്ന് പോകില്ല എന്നല്ല, പടരും, നല്ലോണം പടരും, പക്ഷെ ഉയർന്നു പോകില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു ഏരിയ എങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും അവിടെ ആ ചെടി കൊണ്ടുവന്ന് വെച്ചാൽ എങ്ങനെയാ ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് കണ്ടപ്പോൾ മാഷാഅല്ലാഹ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ നട്ട് കണ്ടപ്പോൾ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ അനു ഉണ്ട് കേട്ടോ. അപ്പോൾ അനു പറഞ്ഞത് നല്ല ദാഹമുണ്ട്, വേഗം പോയിട്ട് നാരങ്ങെള്ളം കലക്കുന്നത്. അങ്ങനെ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനു ഹെൽപ്പിനുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ നാരങ്ങളൊക്കെ കലക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ ഞാൻ ആ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂല. ഞാൻ ചെയ്ത് നിൽക്കുന്ന പണി എന്താണോ അത് ഫുള്ളായിട്ട് തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ ഫുഡൊക്കെ കഴിക്കുക, അപ്പോൾ തന്നെ ഞാൻ നല്ലോണം താഴെ. ശരിക്കും നമ്മളങ്ങനെ ചെയ്യരുത്. പണി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ കാര്യം കൂടി നോക്കണം. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കതങ്ങോട്ട് ഫുള്ളായി കണ്ടാലാണ് പിന്നെ ഒരു സമാധാനം ആവുക. അപ്പോൾ അതാ ഞാൻ അവിടുത്തെ പുല്ലും കാടൊക്കെ ഒന്നും ഇങ്ങോട്ട് വെട്ടി ഒതുക്കിക്കാണ്ട് അപ്പുറത്തുനിന്ന് കഴിച്ചെടുത്ത മണ്ണൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണം കേട്ടോ. അധികം മണ്ണൊന്നുമില്ല, പക്ഷെ ഉള്ളത് ഞാൻ അങ്ങനെ അവിടെ പരത്തിയിട്ടിട്ട് പിന്നെ അവിടെയാണ് ആ ചെടി വെച്ചത്. ഇപ്പോൾ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു വൃത്തിയുണ്ട്. എനിക്ക് ആദ്യം കണ്ടില്ലാറ് കുറേ മാറ്റമുണ്ട്, പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കത് മനസ്സിലാവുമല്ലേ എന്നറിയില്ല. അങ്ങനത്തെ എല്ലാവരും പണി കഴിഞ്ഞുള്ളിൽ പോയിക്കണം കേട്ടോ. പക്ഷെ എൻ്റെ കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കാതെ എനിക്ക് സമാധാനമാവുക. അപ്പോൾ അതും കൂടി ഒന്ന് തീർക്കണുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയാറുള്ളത് തന്നെയാണ്, എന്നാലും പറയാണ് കേട്ടോ. ഇത് ചെറിയ വീടാണെങ്കിൽ നമ്മളത് വൃത്തിയിൽ കൊണ്ടെടുക്കുകയാണെങ്കിൽ നല്ലൊരു രസമാണ് കേട്ടോ. ചിലപ്പോൾ വലിയ വീടൊക്കെ തന്നെ ഇക്കാരം, പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്തോ ഒരു വൃത്തിയില്ലായ്മ തോന്നും. അങ്ങനെയുള്ള ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളത് ചെറുതാണ്. ഇപ്പോൾ എല്ലാവർക്കും വലിയ വീട്, വലിയ സൗകര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഉള്ളത് നമ്മൾ വൃത്തിയിൽ കൊണ്ടെടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലും വല്ലാത്തൊരു പോസിറ്റീവ് ഫീലാണ് അത് തരുന്നത്. ഞാൻ എടുക്കാനോട് പറയലുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നമ്മളൊരു വീട് കയറ്റുകയാണെങ്കിൽ എനിക്കൊരു ചെറിയ വീട് മതി, ഒരു കുഞ്ഞു വീട്, പക്ഷെ മുറ്റം നല്ല വൃത്തി വേണം, പരിസരവും ഒക്കെ അതേപോലെ വൃത്തിയിലുള്ളൊരു വീട് എനിക്ക് വേണം എന്നുള്ളത്. ഇപ്പം നമ്മൾ തറവാട്ടിലാണുള്ളത്. ഇവിടെ ഇപ്പം നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എല്ലാം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇടങ്ങാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേയൊക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റാൻ നോക്കും. പിന്നെ വലിയൊരു കേടുപാടൊന്നും പറ്റാതെ ഇങ്ങനെ ചെറുതായിട്ട് ഓരോ മെക്കോറൊക്കെ കൊടുക്കും കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അത് എന്നുള്ളതാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ടം. പിന്നെ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അനുവിനൊരു പ്രോഗ്രാം ഉണ്ട്. അനുവിനല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അനുവിൻ്റെ ഫ്രണ്ടിൻ്റെ കുടിരിക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീട്ടിലേക്ക് പോണ വഴിക്കാണ്. അപ്പോൾ അവിടെയും പോവാം, തിരിച്ചു വരുമ്പോൾ വീട്ടിലും കയറിയിട്ട് പോരാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പോവാന്ന് കരുതി ഞാനാണെങ്കിൽ ഫുഡൊന്നും ഉണ്ടാക്കിയതുമില്ല. അപ്പോൾ അമ്മക്ക് പോരാനൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളും പോയില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് കുറച്ച് കഞ്ഞി വെച്ചു. പിന്നെ രാവിലത്തെ കുറച്ച് ഉപ്പുമാവ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു മുട്ട പൊരിച്ചൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച മാത്രമായിട്ട് പോയത്. അപ്പോൾ നേരത്തെ ടാറ്റയൊക്കെ തന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത് കേട്ടോ. അപ്പോഴാണ് ഇവർ തിരിച്ച് വന്നപ്പോൾ പറഞ്ഞാൽ നമുക്ക് പാഷൻ ഫ്രൂട്ടിന് വലയും കൂടി കെട്ടി കൊടുക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ അതും കൂടി ഉൾപ്പെടുത്താമെന്ന് കരുതി. അതാ ഞങ്ങൾ വല കെട്ടാണ്. കുറേ നേരം തിരിച്ചും മറിച്ചൊക്കെ കെട്ടി. കാരണം ഈ വല എന്ന് പറയണത് ഒരു നേരമല്ലല്ലോ. ഇതിങ്ങനെ ഒരു ഭാഗത്ത് വലിക്കുമ്പോൾ ഒരു ഭാഗത്ത് കിട്ടൂല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ലാസ്റ്റ് കെട്ടി. എന്തായാലും ഒരുപാട് നേരം എടുത്തിട്ടാണ് കെട്ടിയത്. രാത്രി അതിന് കെട്ടി കഴിഞ്ഞപ്പോൾ കേട്ടോ. പിന്നെ അത് ഞാൻ പിറ്റേന്ന് രാവിലെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. അന്ന് പിന്നെ ഇശാനസ്കാരം കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് ഫുള്ളാക്കിയത്. മരുഭൊക്കെ ഞങ്ങൾ നിർത്തി വെച്ചു. പിന്നെ രാത്രിയാണ് കേട്ടോ അതൊന്ന് ഫുള്ളാക്കിയത്. പിന്നെ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ച് കിടന്നുറങ്ങി. ഇത് പിന്നെ 12 മണിക്കാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പൂരിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചതിന് കുറച്ച് തക്കാളി ചട്ടനിയും കൂടി ഉണ്ടായി, തക്കാളി കൂട്ടാൻ. പിന്നെ ഒരു തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, അതും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്തിനാന്നുള്ളത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഞങ്ങൾ ഫൈനൽ കളി കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അർജന്റീന ഫാനാട്ടോ. അനു പോർച്ചുഗലിൻ്റെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ അറിയാലോ, ഓരോരോ ടീം മാറി മാറി വന്നു. ഞാൻ ആദ്യം അനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണെങ്കിലും ഒരൊറ്റ ഗോളിനെ ജയിക്കുള്ളൂ എന്നുള്ളത്. അത് അതേപോലെ വന്നു. പക്ഷെ അർജന്റീന ജയിക്കണം എന്നായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഇപ്പോൾ ജയിക്കാനൊന്നും പറ്റൂലല്ലോ. പിന്നെ ഇന്നലെ സ്പെയിനിൻ്റെ കളി മാഷാഅല്ലാഹ് അടിപൊളിയായിരുന്നു, അത് പറയാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങനെ പോയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഇടണം കേട്ടോ.